മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിലെ വിശ്വാസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഭീമ കോർട്ടിലുള്ള റിവാർഡിനെ കുറിച്ചാണ് കഴിഞ്ഞ അനേക ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴേ നമുക്കറിയാം, ഇനിയിപ്പോൾ വിശ്വാസികളായിട്ടുള്ളവരെല്ലാം മാറിക്കഴിയുമ്പോൾ ഇനി ബാക്കിയുള്ള ആളുകളെന്ന് പറയുന്ന ഇസ്രായേൽ മക്കൾ, ജാതികൾ, അതുപോലെ സാത്താനും വീണുപോയ ദൂതന്മാരും പിന്നെ മരിച്ച ദുഷ്ടന്മാർ, ഇത്രയും പേരുടെ ന്യായവിധിയാണ് ഇനിയുള്ളത്. ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചുരുക്കമായി ചിന്തിക്കുന്നത്. ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനവും നമ്മൾ ചിന്തിക്കും. ഇസ്രായേലിൻ്റെ ന്യായവിധിയും ഇസ്രായേലിൻ്റെ യഥാസ്ഥാനവും ഈ തുടർന്നുള്ള എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കും. നമുക്ക് അറിയാം, ഇസ്രായേൽ രാഷ്ട്രം 1948 മെയ് മാസത്തിൽ രൂപീകൃതമായി എന്ന് നമുക്കറിയാം. ഏകദേശം ലോകം ഒക്കെയുമായിട്ടുള്ള 80 മില്യൺ ആയിട്ടുള്ള യഹൂദന്മാർ, അതിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇസ്രായേലിലെ പാർക്കുന്നത്. ബാക്കിയെല്ലാം ലോകത്തിലൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. എന്നാൽ ഇവരെല്ലാം തന്നെ തിരിച്ച് ഈ ഇസ്രായേലിലെ 1000 ആണ്ട് വാഴ്ചയിൽ വരും എന്നുള്ള ഒരു സംഭവം ബൈബിളിൽ ഒരുപാട് പ്രവാചകൻ വഴി എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാം 1000 ആണ്ട് വാഴ്ചയ്ക്ക് എത്തുന്നതിന് മുമ്പ് ന്യായം വിധിക്കും. ന്യായം വിധിച്ച് മാത്രമാണ് അവരെ അതിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. ഒന്നാം പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനൊരു 3-4 സ്റ്റേജുകളായിട്ട് നമ്മൾ കാണുന്നത് നല്ലതാണ്. കാരണം വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്, വിശുദ്ധന്മാർ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അതൊരു ഒന്നാം പുനരുത്ഥാനമാണോ എന്ന് ചോദിച്ചാൽ അതൊരു ഒന്നാം പുനരുത്ഥാനം പോലെയാണ്. കാരണം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ ആദ്യത്തെ പടി അതാണ്. പിന്നീട് കാണുന്നത് അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിങ്കൽ തല ഛേദിക്കപ്പെടുന്നവരെ, മാർട്ടേഴ്സ് ആവുന്നവരെ, അവൻ്റെ വിഗ്രഹത്തെ, അവൻ്റെ പ്രതിമയെ ആരാധിക്കാത്തവരെ, അവൻ കൊന്നുകളയുന്നവരെ, ഇവരെല്ലാം തന്നെ യഹൂദനും ജാതിയും അതുപോലെ കൈവിടപ്പെട്ടു പോയ ക്രിസ്ത്യനും എല്ലാം കാണും. അവരെല്ലാം തന്നെ വീണ്ടും അവരുടെ ആത്മാക്കളെ യാവിടത്തിലും അതുപോലെ ഉയരത്തിലെ സിംഹാസനത്തിൽ, ദൈവത്തിൻ്റെ സിംഹാസനത്തിലും കണ്ടതായിട്ട് നമ്മൾ കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ സംസാരിച്ചാണ്. ഇവർ എല്ലാം തന്നെ ഉയർത്തെഴുന്നേൽക്കും. അടുത്ത ഒരു പടിയായിട്ട് വരുന്ന ഉയർത്തെഴുന്നേൽപ്പ് മാർട്ടിയസിൻ്റെയും അതുപോലെ ആൻറ്റിക്രൈസ്റ്റിനെ എതിരായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്ത് മരിച്ചു പോയിട്ടുള്ള ആളുകളും ശിരച്ഛേദനം വന്നിരിക്കുന്നവരും എല്ലാം ഉയർത്തെഴുന്നേൽക്കും. അത് അടുത്തൊരു പടിയായിട്ടുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. മൂന്നാമത് പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ യഹൂദൻ എന്ന് വെച്ചാൽ ആദ്യം തന്നെയുള്ള യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിരിക്കുന്നവർ, വിശ്വാസത്തോട് കാത്തിരുന്നവർ, മരിച്ചവരും അതുപോലെ ഉള്ള ആളുകളെല്ലാം തന്നെ ഉയർത്തെഴുന്നേൽക്കും. അതാണ് അടുത്തുള്ള ഒരു യഹൂദൻ്റെ ഒരു വീണ്ടെടുപ്പ് ഉയർത്തെഴുന്നേൽപ്പ്. അതിനെല്ലാം തന്നെ റെഫറൻസ് ഉണ്ട്, ഞാനിതെല്ലാം വായിച്ച് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആ സമയത്തുള്ള വീണ്ടും ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി എന്ന് പറയുന്നത് തേജസ്സിൻ്റെ സിംഹാസനത്തിലുള്ള ന്യായവിധിയാണ്. ജാതികളെ ന്യായം വിധിച്ച, യഹൂദനെ സഹായിച്ച, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണകാലത്തുമൊക്കെ സഹായിച്ചവരെ, ആ സമയത്ത് ജീവനോടിരിക്കുന്നവരെ ന്യായം വിധിച്ച് കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. അതാണ് തേജസ്സിൻ്റെ സിംഹാസനത്തിലുള്ള ന്യായവിധി. അതിൽ അവിടെയും ഈ പറഞ്ഞ പോലെ ജീവനോടിരിക്കുന്ന യഹൂദനെയും അവിടെ ന്യായം വിധിച്ച് 1000 ആണ്ടിലേക്ക് പ്രവേശിക്കും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഈ 1000 ആണ്ട് വാഴ്ച തീരുവോളം പിശാചിനെ ചങ്ങലയ്ക്ക് പിടിച്ചിട്ടിരിക്കുന്നതിനാൽ അവിടെ പാപം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, പാപമില്ലാത്തൊരവസ്ഥയാണ്. ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഇവരെല്ലാം തന്നെ കാണും എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതിനോടൊപ്പം പിന്നെ വേറെ ആരൊക്കെ കാണുമെന്നുള്ള 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയുന്നതാണ്. അന്നേരം അത് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ന്യായവിധി. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചുരുങ്ങിയ കാലത്തേക്ക് പിശാചിനെ അഴിച്ചുവിടുകയും അവർ വീണ്ടും വന്ന് യെരുശലേമിനെ വളയുകയും ഒക്കെ ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അന്നേരമാണ് ആകാശത്ത് നിന്ന് തീയിറങ്ങി എന്നേക്കുമായിട്ട് പിശാചിനെ, അവൻ്റെ സൈന്യത്തെയും എല്ലാം നശിപ്പിച്ച് കളയുകയും അവനെ പിടിച്ച് നരകത്തിൽ ഇടുകയും ചെയ്യുന്ന കാര്യം നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ടാണ് അവനെ പിടിച്ചിട്ടതിന് ശേഷമാണല്ലോ ലോകത്തിനെ പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിട്ട് ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്ത് വരികയും അവിടെ തന്നെ ആ സമയത്ത് ഒരു അന്ത്യന്യായവിധി, മരിച്ച ദുഷ്ടന്മാരുടെ ന്യായവിധി, വെള്ള സിംഹാസന ന്യായവിധിയുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി പറയാനായിട്ടുള്ളത്. അതിനുശേഷമാണ് പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നതും വിശുദ്ധന്മാരുമായിട്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ അന്ത്യകാലത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ളത്. ചുരുക്കമായിട്ട് ഞാൻ വീണ്ടും അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ചും അതുപോലെ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനപ്പെടലിനെക്കുറിച്ചുമാണ്. അനേകം നൂറ്റാണ്ടുകളായി ഈ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മറുതലിക്കുകയും മത്സരിക്കുകയും ചെയ്യുകയാണ്. അവരെ വിളിച്ച് ഇസ്രായേലിനെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവരുമ്പം തൊട്ടേ അവർ മറുതലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു നേച്ചർ അതാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിശാചിൻ്റെ പ്രവർത്തനം കൂടിയാണ്. അവരെ ഇങ്ങനെ മറുതലിച്ച് ദൈവം തക്ക സമയത്ത് ശിക്ഷ കൊടുക്കുകയും അവരെ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ ന്യായം വിധിച്ച് വരുന്നുണ്ട്, ഓരോ സമയങ്ങളിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അൾട്ടിമേറ്റ്ലി അവർക്കൊരു ന്യായവിധിയുണ്ട്. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലാണ് ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 20-ന്റെ 33 മുതലുള്ള വാക്യങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 34-ാം വാക്യത്തിൽ, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതിയിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും. ഇപ്പോൾ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് സോ ഐ വിൽ ബ്രിങ് യു ഇൻ ടു ദ വിൽഡർനെസ് ഓഫ് ദ പീപ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ജാതികളുടെ മരുഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുചെല്ലും, അവിടെ ചെന്ന് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും. മിസ്രൈം ദേശത്തെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ച പോലെ നിങ്ങളോട് വ്യവഹരിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ കോലിൻ കീഴെ കടത്തി നിയമത്തിൻ്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും. എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും. അവർ ചെന്ന് പാർക്കുന്ന രാജ്യത്ത് നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും. എങ്കിലും ഇസ്രായേൽ ദേശത്ത് അവർ കടക്കുകയില്ല. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇസ്രായേൽ ഗൃഹമേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ചെന്ന് ഓരോരുത്തരും താന്താൻ്റെ വിഗ്രഹങ്ങളെ സേവിച്ചുകൊള്ളുവിൻ. എന്ന പിന്നത്തേതിൽ നിങ്ങൾ എൻ്റെ വാക്കുകൾക്കും എൻ്റെ വിശുദ്ധനാമത്തെ നിങ്ങളുടെ വഴിപാടുകളെയും വിഗ്രഹങ്ങളെയും കൊണ്ട് ഇനി അശുദ്ധമാക്കുകയില്ല. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ, ഇസ്രായേലിൻ്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഇസ്രായേൽ ഗൃഹം ഒക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്ത് വെച്ച് എന്നെ സേവിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അവിടെ ഞാൻ അവരെ സ്വീകരിക്കും. അവിടെ ഞാൻ നിങ്ങളുടെ വഴിപാടുകളെയും ആദ്യദാനങ്ങളെയും സകല നിവേദ്യങ്ങളെയും ആഗ്രഹിക്കും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൗരഭ്യവാസനയായി സ്വീകരിക്കും. അങ്ങനെ ഞാൻ ജാതികൾ കാണുക നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്ത ദേശമായ ഇസ്രായേൽ ദേശത്ത് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ യഹോവയെ നിങ്ങൾ അറിയും. അവിടെ വെച്ച് നിങ്ങളുടെ വഴികളെയും നിങ്ങളെ തന്നെ മലിനമാക്കിയ സകല ക്രിയകളെയും ഓർക്കും. നിങ്ങൾ ചെയ്ത സകല ദോഷവും നിമിത്തവും നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ ദോഷമുള്ള വഴികൾക്ക് തക്കവണ്ണമല്ല, നിങ്ങളുടെ വഷളായ പ്രവൃത്തികൾക്ക് തക്കവണ്ണമല്ല, എൻ്റെ നാമനിമിത്തം തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ മക്കളെ ദൈവം ന്യായം വിധിക്കുമ്പോൾ അവരെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഈ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ട് ദൈവം ഇൻട്രാക്ട് ചെയ്ത് അവരെ ന്യായം വിധിക്കും. അവരെ ജീവനോടിരിക്കുന്നവരെ ന്യായം വിധിച്ച് ശരിക്കും തിന്മ ചെയ്യുകയും ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോവുകയും ചെയ്തവരെ ആ കാലത്ത് സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന പ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടങ്ങളുണ്ടാകുന്ന അന്ന് നിന്റെ ജനം ഈ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം നേരത്തെ 1,44,000 പേരെ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് കർത്താവ് പോകുന്നിടത്തെല്ലാം പോകത്തക്ക രീതിയിലുള്ള അധികാരത്തിലൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ നിന്ന് കുറേ പേരെ ശേഷിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൽ 2/3 ഭാഗവും ഛേദിക്കപ്പെട്ടു പോകും. 2/3 ഭാഗം ഛേദിക്കപ്പെട്ടു പോകും. ബാക്കി 1/3 ഭാഗം മാത്രമേ കാണുകയുള്ളൂ. അതിന് ചെറിയൊരു കൂട്ടം മാത്രമേ യഹൂദൻ അവിടെ കാണുകയുള്ളൂ. അന്നേരം അവരെ തന്നെ ദൈവം ന്യായം വിധിച്ചു. കാരണം മിക്കവാറും ഉള്ളവരൊക്കെ തന്നെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ആൻറ്റിക്രൈസ്റ്റിനെ അവൻ്റെ വിഗ്രഹത്തെ നമസ്കരിക്കാതെയും അവൻ്റെ മുദ്ര ഏൽക്കാതെയും വരുന്നവരെ അന്ന് തന്നെ കൊന്നുകളയും. അങ്ങനെ കൊന്നുകളയുന്നവരുണ്ട്. അവരെല്ലാം
ഇനി അടുത്തതിൽ ഉയർത്തെഴുന്നേൽക്കും. അത് നമ്മളതിലേക്ക് വരുന്നുണ്ട്. ജീവനോടിരിക്കുന്നവരെ ദൈവം ന്യായം വിധിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. ദാനിയേൽ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന പ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായ മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടുള്ള കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അതായത് ആ കഷ്ടകാലത്തിൽ നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും, ദോസ് ഹു ഫൗണ്ട് റിട്ടൺ ഇൻ ദ ബുക്ക്, അവർ മാത്രം, ജീവൻ്റെ പുസ്തകത്തിലെ പേരെഴുതിയിരിക്കുന്നവർ മാത്രം അവിടെ കാണും. നിലത്തിൻ്റെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കായി ഉണരും. ഇവിടെ ഒരു ചെറിയൊരു ഒരു ചിന്തയുണ്ട്. നിത്യനിന്ദയ്ക്കായി അവൻ ഉണരുമോ എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ചിന്തയുണ്ട്. മില്ലേനിയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളിൽ അത് പിന്നീടാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിത്യജീവനായിട്ടുള്ളവർ ആ സമയത്ത് ഉയർത്തെഴുന്നേൽക്കുമെന്നും പിന്നീട് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ചിലർ നിന്ദയ്ക്കായിട്ട് ഉണരും എന്നുള്ള ചിന്തയാണ് ഉള്ളത്. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും പ്രകാശിക്കും. അപ്പോഴേ ഈ ഒരു ചിന്തയാണ് നമ്മൾക്കുള്ളത്. അന്നേരം ആ സമയത്ത് ഒരു റിസറക്ഷൻ വീണ്ടും നടക്കുകയാണ്. യഹൂദൻ്റെ പുനരുത്ഥാനം ആ സമയത്തെ നടക്കും. 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് യഹൂദൻ്റെ പുനരുത്ഥാനം നടക്കുന്നത്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അർമ്മോൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഓർക്കുക. ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മളെ മറന്നുപോയത്. ഒരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാവ് 26:19 നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഇവിടെയും അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കും. ദൈവത്തിൻ്റെ മൃതന്മാർ അവർ പൊടിയിൽ നിന്ന് ഉയർന്നു വരും എന്ന് പറയുന്ന ഭാഗം ഉണ്ട്. അപ്പോഴവിടെ ഒരു പുനരുത്ഥാനം അവർക്ക് വരുന്നതായിട്ട് കാണുന്നു. ഇസ്രായേലിനൊരു ന്യായവിധി വരുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഈ ആൻറ്റിക്രൈസ്റ്റ് പറഞ്ഞ സമയത്ത് 1/3 ഭാഗം മാത്രമേ കാണുള്ളൂ, ബാക്കി എല്ലാവരും ഛേദിക്കപ്പെടും, അവരെല്ലാം കൊന്നുകളയപ്പെടും എന്നുള്ളതും, അതുപോലെ പലരും ഒളിച്ചിരിക്കുന്നവരുണ്ട്, അവരെല്ലാവരും തിരിച്ചു വരും. പല സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അവരെല്ലാം തിരിച്ചു വരും. ദൈവം അവരെ വീണ്ടെടുക്കുന്നതായിട്ട് നമ്മളെ കാണുന്നു. ഇനി ബൈബിളിലെ കുറേ റെഫറൻസസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനം ഉണ്ട്. ഇവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള യഥാസ്ഥാനം. ആ ചില വാക്യങ്ങൾ അത് കൂടുതലും നമ്മൾ കാണുന്ന യെരമ്യാ പ്രവചനത്തിലും അതുപോലെ യെശയ്യാ പ്രവചനത്തിലും എസ്കേലിൻ്റെ പ്രവചനം, ആമോസ്, മീഖ, ഇങ്ങനെയുള്ള പ്രവചനങ്ങളിലെല്ലാം തന്നെ ഇത് പറയുന്നുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം. യെരമ്യാ പ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെ. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും പൊളിച്ചു കളയില്ല, അവരെ നടും പറിച്ചു കളയുമില്ല. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. ഇവർ ഇസ്രായേൽ മക്കളെല്ലാം വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു പ്രവാചകമാണ് ഈ വായിച്ചത്. യെരമ്യാ പ്രവചനം 29:14 നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും. അന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെയും ഇവർ പോയിടത്തു നിന്നെല്ലാം ഇവരെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു അരുളപ്പാടാണ്. യെരമ്യാവ് 23:3-8 വരെ. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവരായി ഞാൻ അവയെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും. അവയെ മേയ്ക്കേണ്ടത് ഞാൻ ഇടയന്മാരെ നിയമിക്കും. അവ ഇനി പേടിക്കുകയില്ല, ഭ്രമിക്കുകയില്ല, കാണാതെ പോകുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദാവീദിന് നീതിയോടൊരു മുളയെ ഉത്ഭവിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോട് പ്രവർത്തിച്ച് ദേശത്തെ നീതി ന്യായവും നടത്തും. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവൻ യഹോവ നമ്മുടെ നീതി എന്ന പേർ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് ഇന്ന് ഞാൻ പറയാതെ ഇസ്രായേൽ ഗ്രഹത്തിന് സന്തതിയെ വടക്ക് ദേശത്ത് നിന്ന് ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും.
അവർ തങ്ങളുടെ സ്വന്തം ദേശത്ത് വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് യിരെമ്യാ പ്രവചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ മാത്രമാണ്. ഇങ്ങനെ വിവിധ പ്രവചനങ്ങളിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്. ഇപ്പോഴേ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുന്നത്. ഇന്ന് എൻ്റെ സമയം തുടർന്ന് നമ്മൾ ചിന്തിക്കും എങ്ങനെയാണ് ഇസ്രായേൽ ഗ്രഹം മുഴുവൻ രക്ഷിക്കപ്പെടുന്നതെന്നും ഇസ്രായേലിനെ മുഴുവൻ എങ്ങനെയാണ് യഥാസ്ഥാനപ്പെടുത്തുന്നതെന്നുള്ള ദൈവിക ചിന്ത അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. തീർച്ചയായും ഇന്നത്തെ ഈ പ്രഭാഷണം നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് യഹൂദനെക്കുറിച്ച് പറയുന്ന യഹൂദൻ നമുക്ക് വേണ്ടി ഒരു നോക്കുകുത്തി പോലെ അല്ലെങ്കിൽ ഒരു പോയിന്റ് പോലെ ഇരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു കൊടി പോലെ ഇന്ന് യഹൂദൻ ഇരിക്കുകയാണ്. യഹൂദൻ പച്ച പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ വരവ്, കർത്താവിൻ്റെ വരവ് ആസന്നമായി എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാവുന്നുള്ളൂ. യഹൂദനെ എല്ലാം കൂട്ടിച്ചേർക്കും എന്നുള്ള പ്രവചനം ഈ ദിവസങ്ങളിൽ നിവൃത്തിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി യഹൂദൻ ഒരുങ്ങാൻ പോവുകയാണ്, കർത്താവിൻ്റെ സിംഹാസനം ഒരുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ് കർത്താവ് വരും, നമ്മളെല്ലാം കൂട്ടിച്ചേർക്കും എന്നുള്ളൊരു ചിന്തയ്ക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്. അല്ലാതെ യഹൂദനെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. യഹൂദൻ്റെ യഥാസ്ഥാനവും യഹൂദൻ്റെ ന്യായവിധിയൊക്കെ നമ്മളതിനകത്തൊന്നും ബാധകമല്ല. അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയാണ് ഇത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ വരവ് ആസന്നമായുണ്ട്. നമുക്ക് ഈ നാളിൽ ഒരുങ്ങിയിരിക്കാം. നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞു, കർത്താവ് ഏത് നാളിലും വരും എന്നുള്ള ഒരു ചിന്തയിൽ നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നുണ്ട്. ഇത് ഹിസ്റ്ററിയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അതുപോലെ ബൈബിളിൽ നിന്നും ഒക്കെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ യഹൂദൻ്റെ വീണ്ടെടുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ കൂട്ടിച്ചേർക്കുവാനായിട്ട് വരുന്ന ദൈവമായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ ദിവസങ്ങളിലെ വിശുദ്ധിയോടുകൂടി കാന്തയായി ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. കർത്താവേ, ജോലി സംബന്ധമായിട്ടുള്ള ചില പ്രയാസങ്ങൾ കടന്നു പോകുന്നവരെ എന്നെ കാണിച്ചു തരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ജോലി കണ്ടുപിടിപ്പാനായിട്ട്, ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി, കോൾ ലെറ്റർ തന്നെ ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുത്ത് തരുന്ന ദൈവം ഈ ദിവസങ്ങളിൽ അവരുടെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ഭവനത്തിലെ കമ്മ്യൂണിക്കേഷൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കർത്താവെ, അതുപോലെ കർത്താവെ, ഡൈവേഴ്സിനൊക്കെ വേണ്ടി ചിന്തിക്കുന്ന ചില ആളുകളെ കർത്താവെ ഇത് ശ്രദ്ധിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവെ, വിഘടനം ഉണ്ടാക്കുന്ന, സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന ദൈവമല്ലല്ലോ, ദൈവം യൂണിറ്റി തരുന്ന ദൈവമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിലെ പൈശാചികമായിട്ടുള്ള ശക്തികളെ ഞങ്ങളെ ബത്സിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യൂണിറ്റി കൊടുക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഷിച്ച ആത്മാക്കളും ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ സമാധാനം, നിൻ്റെ വലിയ ശാന്തത, നിൻ്റെ വലിയ യൂണിറ്റി, അന്യോന്യം സംസാരിപ്പാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാനുമുള്ള ദൈവകൃപ ഈ ദിവസങ്ങൾ നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കും സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.